Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. 28 പേരായിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, എന്തുണ്ട് എല്ലാവരും സുഖല്ലേ? സുഖായിരിക്കണേ? ഓക്കെ, വായിച്ചൊക്കെ നോക്കിയായിരുന്ന എല്ലാരും? ഡൗട്ട് ഒന്നുമില്ലല്ലോ? എടുത്തോളത്തോളം ഒന്നും ഡൗട്ട് ഇല്ലല്ലോ? നമ്മൾ എവിടെന്നാ എടുത്തത്? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണാൻ പറ്റണ്ടോ നോക്കണം. കാണാൻ പറ്റണ്ട? Yes, ma'am. ഓക്കെ, നമ്മൾ എടുത്തത് ബ്രീത്തിങ് സർക്കുലേഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? Airway വരെ. എയർവേ എടുത്തുള്ളൂ, ബ്രീത്തിങ് എടുത്തില്ല. ഇല്ലില്ല. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കൽ ഇൻപേഷ്യന്റ്, ഭയങ്കര എമർജൻസി ആയ പേഷ്യൻസിന്റെ കാര്യങ്ങൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? അതിന് ഫസ്റ്റ് ഡിസിഷൻ ഫോർ ട്രാൻസ്ഫർ, നമ്മൾ അതിന് എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കണം? രണ്ടാമത് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ, പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അതിന് മുമ്പ് പ്രീ ട്രാൻസ്ഫർ ആയ സമയത്ത് എന്തെടുക്കണം? അതിന്റെ കാര്യങ്ങളില് എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, അതാണ് നമ്മൾ നോക്കിയിട്ടിരുന്നത്. എയർവേ കഴിഞ്ഞു. എയർവേ കഴിഞ്ഞെന്നല്ലേ പറഞ്ഞ? ഇനി എടുക്കണ്ടല്ലോ? എടുത്തായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ബ്രീത്തിങ് നോക്കാം. എന്താ ബ്രീത്തിങ് നോക്കിയാ? ഇപ്പൊ എടുത്തതിലൊന്നും സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ലേ? ഓക്കെ, നമ്മൾ ഇത്തിരി കുറച്ചും കൂടി സ്പീഡിൽ പോകും. നിങ്ങൾക്ക് വല്ല ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആയിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടാ. നമുക്ക് ഇപ്പൊ ഡിസംബറോടുകൂടി നിങ്ങളുടെ പോർഷൻ തീരണം. നിങ്ങൾക്ക് ജനുവരിയിൽ എക്സാം ആവും. നമുക്ക് തീരില്ല നമ്മുടെ പോർഷൻസ്, ഇനി നമുക്ക് എടുക്കാനുണ്ട്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ ചോദിച്ചോ. നമ്മൾ അത്ര സ്പീഡിൽ പോവില്ല, എന്നാലും കുറച്ച്. ഓക്കെ, ബ്രീത്തിങ് ആണ് നമ്മൾ പറയണത്. അപ്പൊ പഠിക്കാൻ പോണത് ബ്രീത്തിങ്. ബ്രീത്തിങ് എല്ലാവർക്കും അറിയാം. എന്താ ബ്രീത്തിങ്? നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ശ്വാസം, എങ്ങനെ? ശ്വാസകോശത്തിൽ നിന്ന് വായു ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കും. നമ്മൾ ഉള്ളിലേക്ക് എന്തെടുക്കും? ഉള്ളിലേക്ക് ഓക്സിജൻ എടുത്തിട്ട് പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ തള്ളും. അതല്ലേ നമ്മൾ ബ്രീത്തിങ് എന്ന് പറയുന്നത്? ശ്വാസകോശത്തിൽ നിന്ന് നമ്മൾ ഉള്ളിലോട്ടും പുറത്തോട്ടും ചെയ്യുന്ന പ്രക്രിയയാണ് ബ്രീത്തിങ്. ഉള്ളിലോട്ട് നമ്മൾ ഓക്സിജൻ വലിച്ചെടുത്തിട്ട് പുറത്തോട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കളയും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സസ്യങ്ങൾ വലിക്കുന്നത്. സസ്യങ്ങളാണ് നമുക്ക് ഓക്സിജൻ പുറത്തു തരുന്നത്. അതാണ് നമ്മൾ ശ്വസിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും അറിയാം എന്താ ബ്രീത്തിങ് ഉള്ളത്. ഇനി നമുക്ക് വായിക്കാം. The ventilation should be sufficiently regulated with optimization of the arterial blood gas values in the suspected pneumothorax. Chest drain should be installed before transfer, especially before air transport. നമ്മൾ പഠിച്ചു
നമുക്ക് ട്രാൻസ്ഫർ പഠിക്കാൻ എയർ ട്രാൻസ്പോർട്ട് ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ മോഡ് ഓഫ് ട്രാൻസ്ഫറില് എയർ ട്രാൻസ്ഫർ, ലാൻഡ് ട്രാൻസ്ഫർ ഒക്കെ നമ്മൾ പഠിച്ചു. വാട്ടർ ട്രാൻസ്ഫർ, അതിൽ എയർ ട്രാൻസ്ഫറില് ബ്രീത്തിങ് ഇപ്പൊ ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. വെന്റിലേഷൻ ഷുഡ് ബി സഫിഷ്യന്റ്ലി റെഗുലേറ്റഡ് വിത്ത് ഒപ്റ്റിമൈസേഷൻ. എന്താ പറഞ്ഞേ? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് എന്ന് വെച്ചാല് നമ്മള് ബ്ലഡ് ഗ്യാസ് വാല്യൂസില് രക്തവാതക മൂല്യങ്ങളാണ് ബ്ലഡ് ഗ്യാസ് വാല്യൂസ് എന്ന് പറയുന്നത്. രക്തവാതക മൂല്യങ്ങൾ. അപ്പൊ അതില് നമ്മുടെ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആർട്ടീരിയൽ വെച്ചാൽ ധമനികൾ. നമ്മളുടെ ശരീരത്തില് ഹൃദയത്തിലോട്ട് ബ്ലഡ് അങ്ങോട്ട് ഇവിടെ പമ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരം മൊത്തം ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. ഓരോ ധമനികൾ വെച്ച് നമുക്ക് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സിരകൾ വഴി, ധമനികൾ വഴിയൊക്കെ ബ്ലഡ്. അങ്ങനെ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വഴി നമ്മൾ ബ്ലഡ് ഒക്കെ ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോ അത് എന്ത് ചെയ്യാം? വെന്റിലേഷനിൽ നമുക്ക് അതിന് വേണ്ടത്ര ഷുഡ് ബി സഫിഷ്യന്റ്ലി റെഗുലേറ്റഡ്, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം, റെഗുലേറ്റ് ചെയ്യണം. വേണ്ടത്ര വെന്റിലേഷനിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കണം. അപ്പൊ ആർട്ടീരിയൽ രക്തവാത മൂല്യങ്ങളുടെ ഒപ്റ്റിമേഷൻ എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും നല്ലത്, ഏറ്റവും മികച്ചത്. നമുക്ക് എല്ലാത്തിലും ഇപ്പൊ എല്ലാ ബ്രീത്തിങ് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് നല്ല ഒരു ഇതിൽ കൊടുക്കണം. വെറുതെ ഒരു ശ്വാസം കിട്ടാൻ വേണ്ടി മാത്രമേ, അങ്ങനെയല്ല. നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ അവർക്ക് ബ്രീത്തിങ്ങിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് ആവുമ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മളുടെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി ഉള്ളതും ഏറ്റവും നന്നായിട്ട് ശ്വാസം വലിക്കാൻ പറ്റിയ കാര്യം വേണം നമ്മൾ ആ പേഷ്യൻസിന് കൊടുക്കാനായിട്ട്. ഷുഡ് ബി സഫിഷ്യന്റ്ലി റെഗുലേറ്റഡ് വിത്ത് ഒപ്റ്റിമൈസേഷൻ ഓഫ് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ്. രക്തവാത മൂല്യങ്ങളുടെ പേഷ്യൻസിന്, ആർട്ടീരിയൽ അങ്ങനെയുള്ള പേഷ്യൻസിന് വരുമ്പോൾ നമ്മൾ ഈ ഏറ്റവും നല്ല ഒരു വെന്റിലേഷൻ വേണം കൊടുക്കാൻ. അത് പേഷ്യൻസിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സസ്പെക്ടഡ് ന്യൂമോതൊറാക്സ്, പിന്നെന്താ? ചെസ്റ്റ് ഡ്രെയിൻ ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ബിഫോർ ട്രാൻസ്ഫറിന് മുമ്പ്. ചെസ്റ്റ് ഡ്രെയിൻ എന്ന് വെച്ചാൽ എന്താ? ചെസ്റ്റ് ഡ്രെയിൻ എന്ന് വെച്ചാല് നമ്മളുടെ ശ്വസന പ്രവർത്തനങ്ങൾ, വായു, ബ്ലഡ്, അങ്ങനെ ശ്വസന പ്രവർത്തനങ്ങൾ. നമ്മൾ ശ്വാസം കിട്ടാനായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോ അതിന്റെ എന്തൊക്കെ ഉണ്ടാവും? ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു, ഏറ്റവും നല്ല രീതിയിൽ ബ്ലഡ് കൊടുക്കാനായിട്ട്. അപ്പൊ ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുമ്പോൾ ശ്വസന പ്രവർത്തനം സംരക്ഷിക്കാനായിട്ട് നമ്മൾ അനാവശ്യ പദാർത്ഥങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. ദ്രാവകങ്ങളായാലും ഫ്ലൂയിഡ് ആയാലും അതൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടും. ബ്ലഡ്, ഫ്ലൂയിഡ്, വാതകങ്ങളൊക്കെ അടിഞ്ഞു കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പമ്പ് ചെയ്യാനായിട്ട്, അത് നീക്കം ചെയ്യാനായിട്ട് പ്ലൂറൽ സ്പേസിൽ നമ്മൾ ഒരു ഡ്രെയിൻ സ്ഥാപിക്കും. അതാണ് എന്താ? ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്നത്. എന്താ? ഒന്നുകൂടി പറയാ. ചെസ്റ്റ് ഡ്രെയിൻ എന്താ? അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ചെസ്റ്റ് ഡ്രെയിൻ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ശ്വാസം വിടുന്ന സമയത്ത് കറക്റ്റ് നമ്മൾ ഇപ്പൊ മാസ്ക് വെക്കുകയാണെങ്കിൽ ആ മാസ്ക് ശ്വാസം വലിക്കുന്നതിന്റെ സമയത്ത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ ബ്ലോക്ക് വരും. എങ്ങനെ ബ്ലോക്ക് തന്നെ? ചെറിയ ബ്ലഡ് കട്ട കൂടിയിട്ടാ, വല്ല വാതകം വഴി. ഇപ്പൊ ഈ ഓക്സിജൻ തന്നെ നമ്മൾ വെക്കുമ്പോൾ അതിന്റെ നീരാവി പോലെ വാതകങ്ങൾ ഉണ്ടാവും. അതിങ്ങനെ അടിഞ്ഞുകൂടി ചിലപ്പോ ഓക്സിജൻ കറക്റ്റ് നമുക്ക് കിട്ടണില്ല. നമ്മുടെ ശ്വസിക്കാനായിട്ട് ഓക്സിജൻ ബ്ലഡിലോട്ടൊന്നും കറക്റ്റ് കിട്ടണില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അതിനൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഒരു ചെറിയ ഡ്രെയിൻ വെക്കും. അതാണ് ചെസ്റ്റ് ഡ്രെയിൻ. അത് സ്ഥാപിക്കണം. അങ്ങനെയുള്ള പേഷ്യൻസിനായിരിക്കണം ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ബിഫോർ ട്രാൻസ്ഫറിന് മുമ്പ് നമ്മൾ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം ആ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. നമ്മൾ പറഞ്ഞു എമർജൻസി പേഷ്യൻസിനാണ്, എല്ലാ പേഷ്യൻസിനും അല്ല. എമർജൻസി ആയ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയ പേഷ്യന്റിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ പേഷ്യന്റിന് ശരിക്കും നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ അവർക്ക് ശ്വാസം കിട്ടാൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വിടണം. അതുപോലെ തന്നെ ശ്വാസം നോക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ബുദ്ധിമുട്ട് തന്നെ? ഈ പറഞ്ഞ പോലെ ദ്രാവകങ്ങള്, പിന്നെ വായു, ബ്ലഡ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ നീക്കം ചെയ്തിട്ട് വേണം, അതിനൊക്കെ നീക്കം ചെയ്യാനുള്ള ഒരു ചെറിയ ഡ്രെയിൻ നമ്മൾ വെക്കും ചെസ്റ്റിന്. അതാണ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ആ ഡ്രെയിൻ വെച്ച് കഴിഞ്ഞ് അതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടോ, ആ ഡ്രെയിൻ നമ്മൾ കറക്റ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. അവർക്ക് നമ്മൾ ആ ഹോസ്പിറ്റലിൽ എത്തണ വരെ നല്ല ഇതേ കണ്ടീഷൻ തന്നെ ആയിരിക്കണം. ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റ് ആംബുലൻസിൽ പോയി അവിടെ എത്തണ വരെയും ഇതേ കണ്ടീഷൻ തന്നെ ആയിരിക്കണം.
അപ്പൊ അതിനുള്ള ശ്വാസമൊക്കെ നല്ല രീതിയിൽ കിട്ടണം, ആംബുലൻസിൽ പോവേണ്ട. അപ്പൊ അതുള്ള കാര്യങ്ങളും നമ്മൾ കറക്റ്റ് വേണം. അപ്പൊ വെന്റിലേറ്റർ ആംബുലൻസ് ഉണ്ടാവും. ഈ വെന്റിലേറ്റർ ആംബുലൻസിൽ ഏറ്റവും നല്ല ആർട്ടീരിയൽ മൂല്യങ്ങളുടെ ഏറ്റവും മികച്ച തന്നെ വെന്റിലേറ്റർ നോക്കി വെക്കണം. അത് ന്യൂമോതൊറാക്സ്, ചെസ്റ്റ് ഡ്രൈവ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ബിഫോർ ട്രാൻസ്ഫർ. ട്രാൻസ്ഫറിന് മുമ്പ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ടോ, ശ്വാസപരമായ ഇതൊക്കെ വെച്ചിട്ടുണ്ടോന്ന് നമ്മൾ നോക്കണം. ബ്രീത്തിങ്ങിന്റെ കാര്യമാണ് ഈ പറഞ്ഞ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നതും ബ്രീത്തിങ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ചെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്നതും ശ്വാസം വിടാനായിട്ട്, നല്ല രീതിയിൽ ഓക്സിജൻ വലിച്ചെടുക്കാനായിട്ട്. ഞാൻ ഇത് ചെയ്യാട്ടാ. ഓക്കെ, എന്തെങ്കിലും സൗണ്ട് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണോ? അപ്പൊ പേഷ്യന്റിന് എന്തെങ്കിലും ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ അടിഞ്ഞുകൂടി ബ്ലഡ്, വായു, ഈർപ്പൊക്കെ അടിഞ്ഞുകൂടുമ്പോ അതിന് പറ്റില്ല. അപ്പൊ അതിന് വേണ്ടി ഒരു ചെറിയ ഡ്രൈൻ ഒക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് നല്ല കറക്റ്റ് രീതിയിൽ, അതൊക്കെ ട്രാൻസ്ഫറിന് മുമ്പ് നമ്മൾ ശരിയാക്കിയാൽ മാത്രമേ പേഷ്യന്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊണ്ടുപോകാൻ പാടുള്ളൂ. എസ്പെഷ്യലി ബിഫോർ എയർ ട്രാൻസ്ഫർ. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തിൽ സ്ഥാപിക്കണം? വായു ഗതാഗതം എന്ന് പറയുന്നത് ഏതാ? ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ കാര്യങ്ങളും, ഡ്രെയിനേജ്, പിന്നെ ന്യൂമോതൊറാക്സും അതൊക്കെ സ്ഥാപിച്ചിട്ട് വേണം പേഷ്യന്റിനെ നമ്മൾ എവിടേക്ക് വിടാൻ, മറ്റു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, എമർജൻസി ആയ പേഷ്യന്റിന്. ഓക്കെ, നെക്സ്റ്റ് എന്താ? സർക്കുലേഷൻ. സർക്കുലേഷൻ പറഞ്ഞാൽ എന്താ? നമ്മൾ കണ്ടിട്ടുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ കൂടണം. നല്ല ബ്ലഡ് എക്സസൈസ് ചെയ്താൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ രക്തം ചംപണം, രക്തം പാസ് ചെയ്യണത്. നമ്മൾ വെയിൻസ്, ഇടകള്, ധമനികൾ എന്നൊക്കെ പറഞ്ഞു. അതിലോട്ട് നമുക്ക് ബ്ലഡ് നല്ലോണം പമ്പ് ചെയ്യണം. നല്ലോണം പാസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സർക്കുലേഷൻ വേണം. അതെങ്ങനെയെന്ന് നോക്കാം. The patient should have at least 2 wide bore intravenous working canals in place before shifting. എന്താ പറഞ്ഞേ? ട്രാൻസ്ഫർ ആകുന്നതിന് മുമ്പ് ഒരു പേഷ്യന്റിനെ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ആകുന്നതിന് മുമ്പ് ആ പേഷ്യന്റിന് എന്ത് വേണം? കുറഞ്ഞത് 2 wide bore intravenous വേണം. കുറഞ്ഞ 2 വിശാലമായ ഇൻട്രാവീനസ് വർക്കിംഗ് കനാലുകൾ വേണം. ഓക്കെ, ഇൻട്രാവീനസ് എന്ന് വെച്ചാൽ ഞരമ്പിലൂടെ, ധമനിയിലൂടെ നമുക്ക് പോകാനായിട്ട്, ബ്ലഡ് നല്ലോണം പാസ് ചെയ്യാനായിട്ട് 2 എണ്ണം വേണം. 2 wide bore intravenous working കനാലുകൾ വേണം. ഇൻ പ്ലേസ് ബിഫോർ ഷിഫ്റ്റിംഗ്. ആ ഷിഫ്റ്റ് ചെയ്യണ സമയത്തിന് മുമ്പ്, ഷിഫ്റ്റ് നമ്മൾ എപ്പോഴാണ് ചെയ്യണം? അതിന് മുമ്പ് അതൊക്കെ നമ്മൾ കറക്റ്റ് 2 wide bore intravenous വർക്കിംഗ് ഉള്ള അത് വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. സർക്കുലേഷൻ കൂടാനാണ് ഇത് വെക്കുന്നത്. ബ്രീത്തിങ്ങിനുള്ളത് ന്യൂമോതൊറാക്സും ചെസ്റ്റ് ഡ്രെയിനും. ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞിട്ട് എക്സാമിന് ചിലപ്പോൾ തരും, ചെസ്റ്റ് ഡ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണെന്ന്. അപ്പൊ ബ്രീത്തിങ്, സർക്കുലേഷൻ, ന്യൂറോളജിക്കൽ അങ്ങനെ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ എന്ത് വേണം? ചെസ്റ്റ് ഡ്രെയിൻ ബ്രീത്തിങ് ആയിട്ട് ബന്ധപ്പെട്ട് വെക്കണതാണ്. ശ്വാസം കിട്ടാനായിട്ട് എന്തെങ്കിലും ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടി ചെസ്റ്റ് ഡ്രെയിൻ വെക്കണത്. സർക്കുലേഷനിൽ അത് വരുന്നില്ല. നിങ്ങൾ മാറരുത് പഠിക്കുമ്പോ. ബ്രീത്തിങ്ങിലാണ് എയർവേ വരുമ്പോൾ. ഇപ്പൊ നമ്മള് എയർ ട്രാൻസ്പോർട്ടിന്റെ ഇവിടെ പറഞ്ഞു. അപ്പൊ ബ്രാക്കറ്റിൽ എന്തുണ്ടാവും? ചെസ്റ്റ് ഡ്രെയിൻ ആയിട്ട് ബന്ധപ്പെട്ടത് ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ ഇതൊന്നും പറഞ്ഞ എയർവേ വെക്കാൻ പാടില്ല. ഓക്കെ, മനസ്സിലാവണ്ട നിങ്ങൾക്ക് പറയണത്? മനസ്സിലാവുന്നുണ്ടോ? കമന്റ് ഇട്ടാരെങ്കിലും? ആരെങ്കിലും? ഓക്കെ, മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പോയിന്റ് ഇവിടെ ന്യൂമോതൊറാക്സ്, ചെസ്റ്റ് ഡ്രൈവ്, ഇതിൽ നിന്ന് നമ്മൾ കേൾക്കാത്ത വാക്ക് നോക്കിയിട്ടായിരിക്കും എക്സാമിന് വരുന്നത്. ഓക്കെ, ഈ ന്യൂമോതൊറാക്സും ചെസ്റ്റ് ഡ്രൈവും സർക്കുലേഷനിൽ ഇടും. അത് സർക്കുലേഷനായിട്ട് ബന്ധമില്ല, അത് ശ്വാസകോശമായിട്ട് ബന്ധമുള്ളതാണ്, ബ്രീത്തിങ് ആയിട്ട്. അതിന് വേണ്ടിയിട്ടാണ്, അതിന്റെ തടസ്സങ്ങൾ മാറ്റാനുള്ളതാണിത്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. ന്യൂമോതൊറാക്സും ചെസ്റ്റ് ഡ്രൈവും ബ്രീത്തിങ് നമ്മളതൊന്നും കേട്ടിട്ടില്ല. ചെസ്റ്റ് ഡ്രൈവ് എന്താണെന്ന് നമ്മൾ ഇപ്പോഴാണ് അറിയണത്. നമുക്കറിയില്ല എന്താ ചെസ്റ്റ് ഡ്രൈവ്. അത് നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും ശ്വാസം കിട്ടാണ്ട്, ഉള്ളിലേക്ക് ബ്ലഡിന്റെ ഓക്സിജൻ ലെവലിൽ കിട്ടാണ്ടാവണത് എന്തുകൊണ്ടാ? വായു, ബ്ലഡ് എന്തെങ്കിലും അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്ക് തീരാൻ വേണ്ടിയിട്ട്, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഡ്രെയിൻ ഫിറ്റ് ചെയ്യണതാണ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സർക്കുലേഷനിൽ വരുന്നത് 2 wide bore intravenous. അത് വേണ്ടത് എവിടെ? അതും അണ്ടർലൈൻ ചെയ്തിടാം. സർക്കുലേഷനിലാണ് വേണ്ടത്. സർക്കുലേഷനിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിലും 2 wide bore intravenous വർക്കിംഗ് കനാലുകൾ വേണം. ഇതാ വേണ്ടിട്ട്. ഓക്കെ, മനസ്സിലാവണുണ്ടാ?
അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. ടു വൈഡ് ബോർ ഇൻട്രാവീനസ്, നമ്മൾ കേൾക്കാത്ത ഒരുപാട് വാക്ക് വരും, അതായിരിക്കും എക്സാമിന് എതിരിടുന്നത്. കേൾക്കാത്ത വാക്ക് നോക്കിയിട്ട് നമ്മൾ അത് ബുക്ക് വായിച്ചിട്ടുണ്ട്, നമുക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അറിയാത്ത, നമ്മൾ കേൾക്കാത്ത വാക്കുകൾ മാത്രമേ ഇട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒക്കെ പോയിന്റ് വരുമ്പോൾ നിങ്ങൾ അത് കറക്റ്റ് ക്യാച്ച് ചെയ്ത് പഠിക്കുക. ഓക്കെ, പിന്നെന്താ, അപ്പൊ ട്രാൻസ്ഫർ ആകുന്നതിന് മുമ്പ് ഒരു പേഷ്യന്റിനെ വേറെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണം? ഒരു രോഗിക്ക് കുറഞ്ഞത് വിശാലമായ 2 ബോൺ ഇൻട്രാവീനസ് എന്തെങ്കിലും വർക്കിംഗ് കനാലുകൾ വേണം, ഉണ്ടായിരിക്കണം. അതൊരു കാര്യം. പിന്നെന്താ, external hemorrhage, if any, should be regulated, controlled, and any shock should be treated with intravenous fluid or vasopressors. The availability of cross-matched blood may be needed in the course of transport. എന്താ, പേഷ്യന്റിന് എന്തെങ്കിലും സസ്പെക്റ്റഡ് നമ്മൾ എന്താ പറഞ്ഞ എക്സ്റ്റേണൽ ഹെമറേജ്. ഹെമറേജ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഹെമറേജ് എന്ന് വെച്ചാൽ പൊട്ടല്, ബ്ലഡ് വെസൽസ് പൊട്ടണത് ഹെമറേജ്. അപ്പൊ രക്തസ്രാവം ഉണ്ടാവും. ബ്ലഡ് വെസൽസ് പൊട്ടുമ്പോ എന്തുണ്ടാവും? ബ്ലഡ് ഒഴുകും. അപ്പൊ പുറത്ത് എക്സ്റ്റേണൽ ഹെമറേജില് ഈ ഫെനി ഷുഡ് ബി റെഗുലേറ്റഡ്, കൺട്രോൾഡ്. എന്തെങ്കിലും പുറത്ത് ഹെമറേജ് ഉണ്ടായാൽ, എക്സ്റ്റേണൽ ഹെമറേജ് ഉണ്ടായാൽ എന്ത് ചെയ്യണം? നമ്മൾ അത് കൺട്രോൾ ചെയ്യണം. ഈ ഫെനി ഷുഡ് ബി റെഗുലേറ്റഡ്, കൺട്രോൾഡ്. നമ്മൾ അത് കൺട്രോൾ ചെയ്യണം. പിന്നെന്താ, any shock should be treated with intravenous fluid. എന്തെങ്കിലും ഷോക്ക് ഇൻട്രാവീനസ് ദ്രവങ്ങൾ, എന്തെങ്കിലും ഷോക്ക്, എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോ ചില പേഷ്യന്റ് പെട്ടെന്ന് അറ്റാക്ക് വന്ന് അതെന്താ ഒരു ഷോക്ക് ആയിരിക്കും. എന്തെങ്കിലും നമ്മൾ വിചാരിക്കാത്ത ഒരു ന്യൂസ് പെട്ടെന്ന് നമ്മൾ അറിയുമ്പോ പെട്ടെന്ന് അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാണ്ടാവും. അവരെ ഹാർട്ട് മൊത്തം ഉണ്ടാവും, അങ്ങനെ ഒരു ബ്ലോക്ക് പോലെ വരും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഷോക്ക് വരുമ്പോൾ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് ഓർ വാസോപ്രസർ എന്ന് വെച്ചാൽ എന്താ, ആ ഇത് കൂടുമ്പോൾ അവിടെ എന്താവും? ദ്രാവകങ്ങൾ ഒഴുകും. ബ്ലഡ് ആയാലും ദ്രാവകങ്ങളും. വാസോപ്രസേഴ്സ് എന്ന് വെച്ചാൽ എന്താ? വാസോപ്രസേഴ്സ് എന്താ? രക്തസമ്മർദ്ദം കുറഞ്ഞ ഈ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞല്ല. അപ്പൊ രക്തക്കുഴലുകള് ചുരുങ്ങുകയോ ചെറിയ ഇടുങ്ങിയത്, ഇപ്പൊ നല്ല ഫ്ലോയില് പോവാതെ ഇടുങ്ങിയതോ ആകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് വാസോപ്രസേഴ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് വാസോപ്രസേഴ്സ് എന്ന് പറയുന്നത്? എങ്ങനെയാണ്? രക്തക്കുഴലുകള്, നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം കൂടണം. നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഹീറ്റ് ആകുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല ഇതായിരിക്കും. ആ സമയത്ത് നമ്മുടെ കൈയെങ്ങാനും മുറിഞ്ഞിരിക്കുകയാണെങ്കിൽ ബ്ലഡ് നല്ലോണം പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ടാവണത് എങ്ങനെ? ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ടാവണത് അവരുടെ ബ്ലഡ് വെസൽസ് ചുരുങ്ങും. ചുരുങ്ങുന്ന വെച്ചാൽ ഒരു ആരോഗ്യമൊന്നും ഇല്ലാത്ത രീതിയിൽ ചെറുതായിട്ട് ശോഷിക്കും, ചുരുങ്ങും ബ്ലഡ് വെസൽ. അതുപോലെ തന്നെ ഇടുങ്ങിയതാകും. നല്ല ഇതുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുള്ളൂ. ഇടുങ്ങിയതൊക്കെ ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ കൂടി ബ്ലഡ് സർക്കുലേഷൻ പോകാൻ ഒരു ഇതായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് കൊടുക്കണ ഒരു മരുന്നാണ് വാസോപ്രസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അത് എങ്ങനത്തെ ഉള്ള പേഷ്യന്റിനെ കൊടുക്കാം? ഷോക്ക്, പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോൾ അവർക്ക് ഷോക്കായി, അപ്പൊ അവരുടെ ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ട് സ്ലോ ആവും. അപ്പൊ ഷോക്കിൽ ഇങ്ങനെ കേൾക്കുമ്പോ തന്നെ അവരിങ്ങനെ സ്റ്റെക്ക് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവരുടെ ബ്ലഡ് സർക്കുലേഷൻ എന്താവും? നന്നായിട്ട് നടക്കണില്ല, പതുക്കെ ഇടുങ്ങി സ്ലോവിൽ പോകും. ആ സമയത്ത് ഇൻട്രാവീനസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കും? വാസോപ്രസേഴ്സ്. എന്താ? ഇതുപോലെ ഒരു മരുന്ന് കൊടുക്കും. ഓക്കെ, അതൊക്കെ നമ്മൾ കറക്റ്റ് കരുതിയിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട്. അത് സർക്കുലേഷനിൽ മാത്രമാണ്. ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് എന്താ? പമ്പിങ്, ബ്ലഡ് നല്ല രീതിയിൽ പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹെമറേജ്, എക്സ്റ്റേണൽ ഹെമറേജ് എവിടെ വരാം? സർക്കുലേഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഹെമറേജ് എന്ന് പറയുന്നതും ബ്ലഡ് വെസൽസ് പൊട്ടുമ്പോൾ ഉണ്ടാവുന്നതാണ് ഹെമറേജ്. നമ്മളെ അറ്റാക്ക് 2 രീതിയിൽ ഉണ്ടാവും. ബ്ലഡ് വെസൽസ് പൊട്ടിയിട്ടുള്ള ഉള്ളിൽ പൊട്ടി അറ്റാക്ക് ഉണ്ടാവും. പിന്നെ എങ്ങനെ അറ്റാക്ക് ഉണ്ടാവും? പെട്ടെന്ന് ഷോക്ക് വെക്കുമ്പോൾ അവർക്ക് സെറിബ്രൽ ഹെമറേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയണത്, എക്സ്റ്റേണൽ ഹെമറേജ്. അപ്പൊ എക്സ്റ്റേണൽ ഹെമറേജിന്റെ അടുത്ത് അണ്ടർലൈൻ ചെയ്തോ, നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കും ഇതെന്തായിട്ട് ബന്ധപ്പെട്ടതാ? സർക്കുലേഷൻ ആയിട്ട്. എക്സ്റ്റേണൽ ഹെമറേജ് ബ്രീത്തിങ് ആയിട്ട് ബന്ധമില്ല. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ ഷുഡ് ബി റെഗുലേറ്റഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യണം. പിന്നെന്താ? എനി ഷോക്ക്, എന്തെങ്കിലും ഷോക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഇൻട്രാവീനസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാസോപ്രസേഴ്സ്. എന്ത് കൊടുക്കും? വാസോപ്രസേഴ്സ് കൊടുക്കും.
ഓക്കെ, പിന്നെന്താ പറഞ്ഞേക്കണേ? The availability of cross-matched blood may be needed in the course of transport. എന്താ ഈ പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുപോകാൻ ട്രാൻസ്പോർട്ട് ഗതാഗത സമയത്ത് കൊണ്ടുപോകുന്ന സമയത്ത് എന്താ എന്തിന്റെ ആവശ്യം വരും? ക്രോസ് മാച്ച്, ബ്ലഡിന്റെ ക്രോസ് മാച്ച് നമ്മൾ നോക്കി വെക്കണം. മനസ്സിലായ? ബ്ലഡ് എപ്പോ വേണമെങ്കിലും ഈ പേഷ്യന്റിന് എന്തായി വരാം? ബ്ലഡ് ആവശ്യമായിട്ട് വരാം. അപ്പൊ ബ്ലഡിന്റെ ആവശ്യമായിട്ട് വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു വെക്കണം? ക്രോസ് മാച്ച്, ബ്ലഡിന്റെ ക്രോസ് മാച്ച് ചെയ്തു വെക്കണം. ഇതെന്താണ്, എന്ത് ബ്ലഡ് ആണ്, ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, അതിന്റെ എല്ലാ മാച്ച് ക്രോസ് മാച്ച് ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ആവശ്യപ്പെടാൻ തന്നെ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഈ പേഷ്യന്റിനെ നമ്മൾ യാത്ര ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ആവശ്യം വരും. ഇപ്പൊ ചിലപ്പോ ഒരു പേഷ്യന്റിനെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് വരെ എമർജൻസി ആയിട്ട് ആംബുലൻസിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും ആ പേഷ്യന്റ് ആംബുലൻസിൽ ട്രാൻസ്പോർട്ട് യാത്ര ചെയ്യണം ആ പേഷ്യന്റ്. അങ്ങനെയുള്ള ക്രിട്ടിക്കൽ സ്റ്റേജുള്ള ആ പേഷ്യന്റിനെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ 4-5 മണിക്കൂറിനുള്ളിൽ പേഷ്യന്റിന് എന്ത് സംഭവിക്കാം? ആംബുലൻസിലാണ് പോണത്. അപ്പൊ വെന്റിലേറ്റർ ആംബുലൻസിൽ എല്ലാ സജ്ജീകരണവും ഉണ്ടായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാവും? ആംബുലൻസിൽ ഉണ്ടാവും. എന്നാലും നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പേഷ്യന്റിനെ വിടാനായിട്ട്. ഇതെല്ലാം ബ്ലഡ് പേഷ്യന്റിന്റെ ക്രോസ് മാച്ച് ബ്ലഡ് ചെയ്തിട്ടുണ്ടാ, പിന്നെ ഇതിന് ഇങ്ങനെ എന്തെങ്കിലും ചുരുങ്ങുകയോ രക്തക്കുഴലുകൾ ചുരുങ്ങുകയോ അവിടെ ബ്ലഡ് പാസിംഗ് ഇല്ലാതെ വരുമ്പോൾ കൊടുക്കാനുള്ള ഇൻട്രാവീനസ് ഫ്ലൂയിഡും വാസോപ്രസേഴ്സും നമ്മൾ കരുതിയിരിക്കണം. അതൊക്കെ വേണം. പിന്നെന്താ നമ്മള് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒന്നുമില്ലെങ്കിൽ 2 വൈബ് ഫോർ ഇൻട്രാവീനസ് വർക്കിംഗ് കനാലുകളെങ്കിലും അതിലുണ്ടായിരിക്കണം സർക്കുലേഷന്. ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ, സർക്കുലേഷൻ ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടത് പറയാം. 2 wide bore intravenous working canal, അത് അണ്ടർലൈൻ ചെയ്യാം. എക്സ്റ്റേണൽ ഹെമറേജ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഷോക്കുള്ള പേഷ്യന്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഇൻട്രാവീനസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാസോപ്രസേഴ്സ്. ക്രോസ് മാച്ച് ബ്ലഡ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാന്ന് അറിയാൻ പറ്റില്ല. എന്നാലും ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്യണത് ഇതിൽ ഏതാണ്? 4 ഓപ്ഷൻ തരും. ബ്രീത്തിങ് ആണോ, എയർവേ ആണോ, സർക്കുലേഷൻ ആണോ? അപ്പൊ നമ്മൾ നോക്കണം സർക്കുലേഷൻ. ക്രോസ് മാച്ച് ബ്ലഡ് ക്രോസ് മാച്ച് ഒരു പേഷ്യന്റിന്റെ ചെയ്യണത് എപ്പോഴും അത്യാവശ്യമുള്ളത് എന്തിനാ? സർക്കുലേഷനിൽ. അതുകൊണ്ടാണ് അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് ഞാൻ പറയണത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഓക്കെ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ പിന്നെ നമ്മള് അപ്പൊ ഞാൻ പറഞ്ഞത് അണ്ടർലൈൻ ചെയ്താൽ മതി. അതിന്റെ അപ്പുറം ക്വസ്റ്റ്യൻസ് ഇതിൽ വരില്ല. നിങ്ങൾക്ക് എന്തായാലും MCQ ക്വസ്റ്റ്യൻസാ വരുള്ളൂ. 4 ഓപ്ഷൻ വെച്ച് ചോദിക്കും. ഓപ്ഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് കൺഫ്യൂഷൻ ആവും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്രീത്തിങ്, എയർവേ, സർക്കുലേഷൻ, ഈ 3 കാര്യത്തിന്റെ ഉള്ളിൽ നിന്ന് തകഞ്ഞ് ചോദിക്കുമ്പോ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ, അതാണ് കാരണം. നമ്മൾ ബ്രീത്തിങ് പഠിച്ചിട്ടുണ്ട്, സർക്കുലേഷൻ പഠിച്ചിട്ടുണ്ട്, എയർവേ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണക്ട് ചെയ്യണം. ബ്രീത്തിങ് ആയിട്ട് ബന്ധപ്പെട്ടത് ഇതിൽ ഏത് വരും? ഇത് ബ്രീത്തിങ് ആയിട്ട് വരില്ലല്ല, ഇത് സർക്കുലേഷൻ ആയിട്ടാ വരുള്ളൂ. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ പരീക്ഷാ ഹോളിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, ബ്രീത്തിങ് ആണോ സർക്കുലേഷൻ ആണോ? അത് പഠിക്കുന്നത് കറക്റ്റ് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡിസബിലിറ്റി ഓഫ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. നമുക്കറിയാം ഡിസബിലിറ്റി എന്ന് വെച്ചാൽ എന്താ ഡിസബിലിറ്റി? വൈകല്യം. ഈ വൈകല്യം എങ്ങനെയാണ്? ന്യൂറോളജിക്കൽ ആയിട്ടുള്ള വൈകല്യങ്ങൾ എന്താന്ന് നോക്കാം. നമുക്ക് ഞരമ്പ് സംബന്ധമായ വൈകല്യങ്ങൾ ന്യൂറോളജിക്കൽ ആയത് നമുക്ക് നോക്കാം. Patients with head injury should have their Glasgow coma scale adequately monitored and recorded in document before and in the course of transfer and before the administration of any sedative അല്ലെങ്കിൽ paralytic agent. എന്താ പറഞ്ഞേ? ഡിസബിലിറ്റി ആയ പേഷ്യന്റ് നമുക്കറിയാം. നമ്മൾ ഒരുപാട് പേഷ്യൻസ് ആയാലും ഒരുപാട് ആളുകൾ ഡിസബിലിറ്റി ഉള്ളവർ നമ്മൾ കണ്ടിട്ടുണ്ട്.
അവർക്ക് ന്യൂറോളജിക്കൽ ആയിട്ടാണോ പ്രോബ്ലം, വേറെ എന്തെങ്കിലും ആണോ? അപ്പൊ ന്യൂറോളജിക്കൽ ആയിട്ട് ഉള്ള ഡിസബിലിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടെ പേഷ്യൻസ് വിത്ത് ഹെഡ് ഇഞ്ചുറി ഷുഡ് ഹാവ് ദയർ നമ്മള് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ GCS ന്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക, അണ്ടർലൈൻ ചെയ്തോ. GCS ഗ്ലാസ്ഗോ കോമ സ്കെയിൽ അണ്ടർലൈൻ ചെയ്യാം. എന്താണ് ഈ ഗ്ലാസ്ഗോ കോമ എന്ന് പറയുന്നത്? എന്താ? ഏതെങ്കിലും ഒരു പേഷ്യന്റിന് തലക്ക് ഒരു മുറിവേറ്റ്, നമ്മുടെ തലക്ക് പൊട്ടി, തല വണ്ടിടിച്ച, നിലത്ത് വീണ, അങ്ങനെ എന്തെങ്കിലും വരുമ്പോ നമ്മുടെ തലക്ക് ഇഞ്ചുറി വന്നു. ഇഞ്ചുറി വരുമ്പോ എന്ത് പറ്റും? മസ്തിഷ്കത്തിന് ക്ഷയം സംഭവിക്കും. മസ്തിഷ്കം ചിലപ്പോ അവിടെ ബ്ലഡ് ക്ലോട്ട് ആകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ആ ഒരു ബോധമില്ലായ്മ, നമ്മളെ മസ്തിഷ്കത്തിന് ആ ഒരു ക്ഷയം സംഭവിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും? അബോധാവസ്ഥയിലായിരിക്കും, ഒരു ബോധമില്ലാത്ത ഒരിതായിരിക്കും. അങ്ങനെ അതിന്റെ ബോധമില്ല, ആ ബോധമില്ലാണ്ട് ഇരിക്കുന്ന അവസ്ഥയിൽ അളക്കാൻ നമ്മുടെ ശരീരത്തിന്റെ അത് ഡയഗ്നോസ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിലാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. നമുക്ക് ആ സമയത്ത് നമ്മള് കോൺഷ്യസ് ആണോ, നമ്മൾ കോൺഷ്യസ് ആണോ അൺകോൺഷ്യസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ഉപയോഗിക്കും. ഓക്കെ, എന്താണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്? അത് പരീക്ഷയ്ക്ക് ചോദിക്കില്ല, പക്ഷെ ഫുൾ ഫോം ചോദിക്കും. അതെന്താണ് ചോദിക്കില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് തലയ്ക്ക് എന്തെങ്കിലും പരിക്കേൽക്കുമ്പോ ഹെഡ് ഇഞ്ചുറി വരും, മസ്തിഷ്കത്തിന് ക്ഷയം വരും. ആ സമയത്ത് നമ്മളുടെ ബോധമില്ല, നമ്മൾ ബോധമില്ലാണ്ടാ കിടക്കുന്നത്. അപ്പൊ നമ്മളുടെ ഇത് പരിശോധിക്കാനായിട്ട് ആ ബോധത്തിന്റെ സ്കെയിൽ, അത് പരിശോധിക്കാനുള്ള ഒരു സ്കെയിലാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതിൽ പറഞ്ഞേ, പേഷ്യൻസിന് ഹെഡ് ഇഞ്ചുറി, തലക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മുറിവ് വന്നു, തലയില് എന്തെങ്കിലും മുറിവേറ്റ് അവരുടെ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ നമ്മൾ എന്ത് ചെയ്യണം? നിരീക്ഷിക്കണം. എന്ത് ചെയ്യണം? ദയർ ഹാവ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ആഡിക്വറ്റ്ലി മോണിറ്റേർഡ്. നമ്മൾ അത് മോണിറ്റർ ചെയ്യണം, നിരീക്ഷിക്കണം. തലക്ക് ഒരു പേഷ്യന്റിന് പരിക്കേറ്റു, ആ പേഷ്യന്റിനെ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ വെച്ചു മോണിറ്റർ ചെയ്തു. ആൻഡ് റെക്കോർഡഡ് ഇൻ ഡോക്യുമെന്റ് ബിഫോർ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു? പേഷ്യന്റിനെ നിരീക്ഷിച്ചു. നമ്മൾ കറക്റ്റ് ഒരേ അവധിയായിരിക്കും, അല്ലെങ്കിൽ അവധിന് 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞ് അവരിടക്കിടക്ക് വന്നു. ഇവർക്ക് എപ്പോഴാ ബോധം വരികയെന്ന് അറിയാൻ പറ്റില്ല. ഇവർക്ക് മസ്തിഷ്കം ക്ഷയം പോലെ വന്ന് ഇഞ്ചുറി വന്നിട്ട് കിടക്കുകയാണ്. അപ്പൊ ഈ പേഷ്യന്റിന് ചിലപ്പോ 1 മണിക്കൂർ കഴിഞ്ഞ് ബോധം വരും, ചിലപ്പോ 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോ ഒരു ദിവസം ബോധം വരില്ല, പിറ്റേ ദിവസമായിരിക്കും അവരെ എണീറ്റ് ബോധം വരുന്നത്. അപ്പൊ എങ്ങനെ എപ്പോ ബോധം വരുന്ന അതുവരെ എന്ത് ചെയ്യണം? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ വെച്ച് ആ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യണം, നമ്മള് നിരീക്ഷിച്ചിരിക്കണം. അത് തന്നെ റെക്കോർഡ് ചെയ്യണം. എവിടെ? ഡോക്യുമെന്റില്. നമ്മൾ പേഷ്യന്റിനെ, അങ്ങനെയുള്ള പേഷ്യന്റിനെ അത് നിരീക്ഷിക്കാൻ വേണം, റെക്കോർഡ് ചെയ്യാൻ വേണം. എന്നിട്ട് എന്താ? ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ, ട്രാൻസ്ഫറിന് മുമ്പ് ഈ കാര്യങ്ങള് ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. ഓക്കെ, പിന്നെന്താ നമ്മൾ പറഞ്ഞേ? എന്തെങ്കിലും പേഷ്യന്റിന് എന്തെങ്കിലും സെഡേറ്റീവ് പാരലിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ? പക്ഷാപാതം, അങ്ങനെ എന്തെങ്കിലും പേഷ്യന്റിന് സെഡേറ്റീവ് ആയിരിക്കും. ഇതിലെ പേഷ്യന്റ് എന്താ? മയക്കത്തിൽ തന്നെ ആയിരിക്കും, ഭയങ്കര സെഡേറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ അളന്നുകൊണ്ടിരിക്കുക, ഇവരിടക്കിടക്ക് വന്ന് ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ വെച്ച് നോക്കും, പേഷ്യന്റ് എപ്പോഴും അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴും ഈ പേഷ്യന്റ് സെഡേറ്റീവ് ആണെങ്കിൽ പേഷ്യൻസിന്റെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോ പേഷ്യന്റ് ഓർമ്മയുണ്ടാവും, പക്ഷെ എന്തായിട്ടുണ്ടാവും? സംസാരിക്കാൻ പറ്റില്ല. ഒരു ഭാഗം മുഴുവനും പക്ഷാഭേദം വന്ന് കിടക്കാന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മളൊക്കെ അറിയാം. പാരലൈസ് ആവാം. ഒരു പേഷ്യന്റ് പാരലൈസ് ആവാന്ന് വെച്ചാൽ ഒരു കയ്യും ഒരു കാലും ഫുള്ള് തളരും, ഒരു ഭാഗം. അപ്പൊ വലത് കൈയാണെങ്കിൽ വലത് കാലും അവർക്ക് എന്തായിരിക്കും? ഫുൾ. പക്ഷെ അവരിങ്ങനെ ജീവശവം പോലെ കിടക്കും. ജീവനുണ്ടെങ്കിൽ ജീവനുണ്ട്, ഇല്ലേ ഇല്ല, അത്രേ ഉള്ളൂ. അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. അവരെന്തൊക്കെ നമ്മൾ നോക്കിയാലും അവർക്ക് എന്താ? സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു ഡിസബിലിറ്റി അല്ലേ? അതൊരു ഡിസബിലിറ്റി ആണ്. അതെങ്ങനെ വന്നതാ? ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്, നമ്മുടെ ഞരമ്പ് സംബന്ധമായിട്ട് വന്നതാ. മനസ്സിലായ? അപ്പൊ ഈ പാരാലിസ്റ്റിക് എന്ന് പറയണതും സെഡേറ്റീവ് എന്നൊക്കെ പറയണത് എങ്ങനെ വന്നതാ? ഡിസബിലിറ്റി, ന്യൂറോളജിക്കൽ ഡിസബിലിറ്റി ആണ്. അവരെ കുഴപ്പമില്ലാതെ ഹെഡ് ഇഞ്ചുറി വരുമ്പോൾ നമ്മുടെ മെയിൻ ന്യൂറോളജിയിൽ ഒരുപാട് നമ്മുടെ തലയിൽ ഒരുപാട് ഞരമ്പുകൾ കൊണ്ട്, അപ്പൊ മെയിൻ ന്യൂറോയില് വന്നുകൊണ്ട് എന്തെങ്കിലും ക്ഷയം വരും. ആ ക്ഷയം വരുമ്പോഴാണ് നമുക്ക് ഈ അബോധാവസ്ഥ വരുന്നത്. ചിലവര് 4 മണിക്കൂർ 5 മണിക്കൂർ ആവുമ്പോൾ തന്നെ എന്താവും? എണീക്കും. പിന്നെ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ ആവില്ല. ചിലവരെന്ത് ചെയ്യും?
ജീവിതകാലം മുഴുവനും കോമ സ്റ്റേജിൽ പോകും, പാരലൈസ് ആവും. ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയാം. എന്താ പറഞ്ഞേ? പേഷ്യന്റ് വിത്ത് ഹെഡ് ഇഞ്ചുറി ഷുഡ് ഹാവ് ദയർ ഹെഡ് ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ വെച്ച് നോക്കൂ. അത് മോണിറ്റർ ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. എവിടെ? ഡോക്യുമെന്റ്സില്, നമ്മുടെ ഡോക്യുമെന്റ്സിലൊക്കെ റെക്കോർഡ് ചെയ്ത് പേഷ്യന്റ് ട്രാൻസ്ഫറിന് മുമ്പ്, പേഷ്യന്റ് ഇവിടുന്ന് പോണതിന് മുമ്പ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കണം. ആൻഡ് ബിഫോർ അഡ്മിനിസ്ട്രേഷൻ പാരലിസ്റ്റിക് ഏജന്റ്, പിന്നെന്താ, സെഡേറ്റീവ് അല്ലെങ്കിൽ പക്ഷാഘാത ഏജന്റ് നൽകുന്നതിന് മുമ്പും പേഷ്യന്റിന്റെ ഡോക്യുമെന്റ്സിൽ രേഖപ്പെടുത്തണം. ഇങ്ങനെ സെഡേറ്റീവ് പാരലിസ്റ്റിക് ഒക്കെ ആവുമ്പോൾ നമ്മള് പേഷ്യന്റിന് നമ്മൾ കൊടുക്കുമ്പോൾ അതും റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അത് നമ്മളുടെ ഇതാണ്. ഡിസബിലിറ്റി ന്യൂറോളജിക്കൽ കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ വരുന്നത്. പക്ഷെ അതിന്റെ നമ്മൾ സെഡേഷൻ കൊടുക്കാനും വരും. ചില സെഡേഷൻ അനസ്തീഷ്യ കൊടുക്കുമ്പോ അത് നമ്മൾ കറക്റ്റ് ഡോസിൽ കൊടുക്കണം. ഇത്രയും മണിക്കൂറിന് എന്തോ ഒരു ഡോസ് നമ്മൾ അനസ്തീഷ്യ പഠിച്ചായിരുന്നു. ഇനിയും വരും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ. അപ്പൊ നമുക്ക് പഠിക്കാം. അപ്പൊ അതിലെങ്ങനെ സെഡേഷൻ അനസ്തീഷ്യ കൊടുക്കണം? എങ്ങനെ? ഡോസ് കൂടിക്കഴിഞ്ഞാൽ പേഷ്യന്റ് പോവാനായിട്ടുണ്ട്. കുറേ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതൊക്കെ. അതൊക്കെ ഡോക്ടർമാരുടെ ഈ അനസ്തീഷ്യ കൊടുക്കുന്നവരെ അനാസ്ഥയാണ്. അതിനൊക്കെ ഓരോ ഡോസ് ഉണ്ട്, ഇത്രയും ഡോസ് ഉണ്ട്, ഇത്രയും ടൈം ഉണ്ട്. ആ ടൈമിനുള്ളിൽ ആ പേഷ്യന്റ് ഉണരണം. അപ്പൊ നമ്മൾ എല്ലാ കാര്യവും നമ്മൾ കൊടുക്കണ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഈ പേഷ്യന്റിന് നമ്മൾ എത്ര ഡോസ് കൊടുത്തു, എപ്പോഴാ കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് വേണം? പേഷ്യന്റ് ട്രാൻസ്ഫർ ആവണതിന് മുമ്പ് ഇതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? The patient should be protected from cold by providing suitable blankets. Apart from above pre-transfer checklist, on the day transfer itself, all basic investigation should be performed to reflect the present condition of the patient. എന്താ പറഞ്ഞത്? അതിലൊന്നുമില്ല. ചില പേഷ്യൻസിന് എന്താ എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി, പേഷ്യന്റിനെ ചെക്ക് ഒക്കെ ചെയ്തു, ചെക്ക് ലിസ്റ്റ് ഒക്കെ ചെയ്തു, എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോ പേഷ്യന്റിന് എന്താ, ചില പേഷ്യന്റ് ഭയങ്കര തണുപ്പായിരിക്കും. വെന്റിലേറ്റർ നമ്മൾ വെന്റിലേറ്റർ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോ പേഷ്യൻസ് അവിടെ എന്തായിരിക്കും? ഫുൾ AC ആയിരിക്കും. അപ്പൊ പേഷ്യൻസിന് നമ്മൾ എന്ത് വേണം? സെപ്പറേറ്റ്, പേഷ്യൻസിന് യോജിക്കുന്ന രീതിയിൽ സെപ്പറേറ്റ് ഒരു പുതപ്പ് കൊടുക്കണം. അതാണ് പറഞ്ഞത്. കോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊവൈഡിങ് സൂട്ടബിൾ ബ്ലാങ്കറ്റ്സ്. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് വേണം? ഹോസ്പിറ്റൽ ആയാലും വേണ്ടില്ല, ആംബുലൻസ് ആയാലും വേണ്ടില്ല, നമ്മൾ ആ പേഷ്യന്റിന്റെ കംഫർട്ട് അനുസരിച്ച് അവർക്ക് അനുയോജ്യമായ ഒരു പുതപ്പ് നമ്മള് പേഷ്യന്റിന് കൊടുക്കണം. പിന്നെന്താ, തണുപ്പിൽ നിന്ന് അതങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് കോൾഡിൽ നിന്ന് പ്രൊട്ടക്റ്റ് ആവും. ചില പേഷ്യന്റിന് അവർക്ക് പറയാൻ പറ്റില്ല, പാരലൈസ് ആയി കിടക്കുന്ന പേഷ്യന്റ് ആണ്, കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യന്റ് ആണെങ്കിലും അവർക്ക് ഭയങ്കര തണുപ്പും എന്നാണെങ്കിലും അവർക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണം. നമ്മൾ നോക്കാം, പേഷ്യന്റ് ഇവിടെ ഭയങ്കര കോൾഡാണ്, പേഷ്യന്റ് അവിടം വരെ 4-5 മണിക്കൂർ അവിടെ കിടന്ന് നമുക്ക് വരണം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിന് നമ്മൾ എന്ത് ചെയ്യാ? അവർക്ക് സ്യൂട്ടബിൾ ആയ ബ്ലാങ്കറ്റ്സ് കൊടുത്ത് നമ്മൾ അത് കംഫർട്ട് ആക്കി എടുക്കുക. അത് നമ്മളുടെ ഉത്തരവാദിത്വമുണ്ട്. പിന്നെന്താ പറഞ്ഞേ? ഓൺ ദ ഡേ ട്രാൻസ്ഫർ ഇറ്റ്സെൽഫ് ഓൾ ബേസിക് ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് ബി പെർഫോംഡ് വിത്ത് പ്രസന്റ് കണ്ടീഷൻ. നമ്മൾ പേഷ്യന്റിന്റെ ആ സമയത്തുള്ള കണ്ടീഷൻ, പ്രസന്റ് കണ്ടീഷൻ, പേഷ്യന്റ് പോണ സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് അത് നമ്മൾ എന്ത് ചെയ്യണം? റിഫ്ലക്ട്, പ്രതിഫലിക്കാനായിട്ട് അതിന്റെ എല്ലാ അടിസ്ഥാന ഇൻവെസ്റ്റിഗേഷൻസും നമ്മൾ നടത്തണം. പേഷ്യൻസിന്റെ എന്താ പറഞ്ഞേ? ആ ഡേയില് ട്രാൻസ്ഫർ ചെയ്യണ ദിവസം, പേഷ്യന്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണ ഏത് ദിവസമാണോ ആ ദിവസം നമ്മൾ ഓൾ ബേസിക് ഇൻവെസ്റ്റിഗേഷൻ, പേഷ്യന്റിന് വേണ്ട എല്ലാ അടിസ്ഥാനമായ ഇൻവെസ്റ്റിഗേഷൻസ്, എല്ലാ അന്വേഷണങ്ങൾ, എല്ലാ കാര്യങ്ങളും ഷുഡ് ബി നമ്മൾ അത് ചെയ്തിട്ട് റിഫ്ലക്ട് ദ പ്രസന്റ് കണ്ടീഷൻ ഓഫ് പേഷ്യന്റ്. ആ പേഷ്യന്റിന്റെ ആ സമയത്തുള്ള കണ്ടീഷൻ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. എല്ലാ കാര്യവും ചെയ്യണം. പേഷ്യന്റിന് നമ്മൾ ഇവിടുന്ന് വിടേണ്. അപ്പൊ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നമ്മൾ നോക്കി, തണുപ്പുണ്ടോ പേഷ്യന്റിന്, ഇപ്പൊ എങ്ങനെയാണ് പേഷ്യന്റിന്റെ അവസ്ഥ, നമ്മളത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അനുയോജ്യമായ ഒരു ബ്ലാങ്കറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ആ സമയത്ത് ആ ഡേയിൽ, ഏത് ഡേയിലാണോ പേഷ്യന്റ് പോണെ ആ ഡേയിൽ എല്ലാ ബേസിക് ആയ ഇൻവെസ്റ്റിഗേഷൻസും ചെയ്ത് അതെന്ത് ചെയ്യണം? ആ കണ്ടീഷൻസ്, ആ സമയത്തുള്ള പേഷ്യൻസിന്റെ കണ്ടീഷൻസ് നോക്കി നമ്മൾ റിഫ്ലക്ട് ചെയ്യണം, പ്രതിഫലിപ്പിക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? റിഫ്ലക്ട് ചെയ്യണം പേഷ്യൻസിന്റെ കണ്ടീഷൻസ്. ആ ഡേയിൽ പേഷ്യന്റ് എങ്ങനെയാണ്, പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ബേസിക് എല്ലാ ഇൻഫർമേഷനും ചെയ്യണം.
പിന്നെ അവർക്ക് ഭയങ്കര തണുപ്പുണ്ടെങ്കിൽ അതിന് യോജിച്ച ഒരു ബ്ലാങ്കറ്റ് നമ്മൾ കൊടുക്കണം. അതൊക്കെ നമ്മുടെ കടമയാണ്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ഡിസബിലിറ്റി ഓഫ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് വായിച്ചു നോക്കിയേ. ഓക്കെ, വായിച്ചാ? ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഒന്നുകൂടി ഒന്നുകൂടി. ഓക്കെ, ഡിസബിലിറ്റി ഓഫ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് മിസ് പറയാം. ഓക്കെ, ഒന്നുകൂടി പറയാം. ഓക്കെ, ശ്രദ്ധിച്ചോ. ഡിസബിലിറ്റി ഓഫ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ വൈകല്യം. എങ്ങനെയുള്ള വൈകല്യം? ന്യൂറോളജിക്കലുമായിട്ടുള്ള വൈകല്യം. ന്യൂറോളജിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഞരമ്പ് സംബന്ധമായത്, അല്ലാതെ നമ്മുടെ സ്കിന്നിലാ തൊലി അങ്ങനെയുള്ള മുറിവുകളൊന്നുമല്ല. ന്യൂറോളജി നമ്മുടെ ഞരമ്പ്, ഏറ്റവും ഞരമ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ക്ഷയം, അങ്ങനെ ക്ഷയം എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും ഞരമ്പിന് വീക്കം വരാ, ഞരമ്പ് ബ്ലോക്ക് വരാ, ഞരമ്പ് പൊട്ട, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഡിസബിലിറ്റിനെ കുറിച്ചാണ് പറയണേ. അങ്ങനെയുള്ള ഡിസബിലിറ്റിക്ക് പേഷ്യൻസിനകത്ത് ഹെഡ് ഇഞ്ചുറി അങ്ങനെ എങ്ങനെ വരാം? ഒന്നല്ലെങ്കിൽ പേഷ്യൻസിന് തലക്ക് മുറിവ് വരാം, ഹെഡ് ഇഞ്ചുറി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് ഹെഡ് ഇഞ്ചുറി നോക്കുമ്പോൾ ആ പേഷ്യന്റ് ഏത് അവസ്ഥയിലായിരിക്കും? പെട്ടെന്ന് നമുക്ക് തലക്കൊരു അടി കിട്ടിയാൽ നമ്മൾ എങ്ങനെയായിരിക്കും? നമ്മൾ ബോധം കിട്ടും. നമ്മളിങ്ങനെ നിൽക്കുമ്പോ നമുക്ക് പെട്ടെന്നായാലും അല്ലാണ്ടായാലും നമ്മുടെ തലക്ക് ഒരു അടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബോധമില്ലാണ്ട് കിടക്കുകയാണ്, ബോധാവസ്ഥയിലാണ്. ചിലപ്പോ അതോടുകൂടി തന്നെ നമ്മളുടെ മരിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ തലക്ക് ഇഞ്ചുറി മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അബോധാവസ്ഥയിലാണ്. അതിനെ അളക്കാനായിട്ട് നമ്മുടെ ബോധാവസ്ഥയിൽ നിൽക്കുമ്പോ നമ്മളുടെ അതിന്റെ ഇത് നോക്കാനായിട്ട് ഇവരെങ്ങനെയാണ് അതിന്റെ യൂണിറ്റ് സ്കെയിലുണ്ട്. സ്കെയിൽ വെച്ച് നോക്കും ഇവർക്ക് ബോധം വരുമോ, ഇവരെങ്ങനെയാണ്, അതോ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കിടക്കുമെന്നൊക്കെ നോക്കണ ഒരു സ്കെയിൽ ഉണ്ട്. അതാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഓക്കെ, ആ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ വെച്ചിട്ട് ആ പേഷ്യന്റിന്റെ ഹെഡ് ഇഞ്ചുറി, ചില പേഷ്യന്റ് എന്തായിരിക്കും ആ സമയത്ത് നല്ല ആക്റ്റീവ് ആയിരിക്കും. തലക്കൊരു അടി കിട്ടിയാലും വീണാലും നല്ല ആക്റ്റീവായിട്ട് 1-2 മണിക്കൂർ നല്ല സംസാരവും നല്ല ബോധത്തില്. അപ്പൊ ആ പേഷ്യന്റ് ഡോക്ടർ പറയും കുഴപ്പമൊന്നുമില്ല, ഇവർക്ക് തലക്കൊന്നും ബാധിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷെ 2 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ആ പേഷ്യന്റ് പെട്ടെന്ന് അബോധാവസ്ഥയിലാവുന്നത്. പക്ഷെ ഇതിൽ ഈ മെഷീൻ വെച്ച് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ വെച്ച് കറക്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് മനസ്സിലാവും എന്താ, ഈ പേഷ്യന്റ് ഇപ്പൊ ഈ ബോധം ഉണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് അബോധാവസ്ഥയിലാവുള്ളൂ. മനസ്സിലായ? അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയണ ഒരു സ്കെയിലാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. അത് അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെന്താ പറഞ്ഞേ? അങ്ങനത്തെ സ്കെയിൽ വെച്ച് നോക്കിയിട്ട് നമ്മൾ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യണം, നിരീക്ഷിക്കണം. അത് നമ്മൾ ഡോക്യുമെന്റിൽ കറക്റ്റ് രേഖപ്പെടുത്തണം. പിന്നെന്താ? ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണം. പിന്നെ ബിഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എനി സെഡേറ്റീവ് ആണ്, നമ്മൾ പേഷ്യന്റിന് എന്തെങ്കിലും സെഡേറ്റീവ് എന്തെങ്കിലും നമ്മൾ മരുന്ന് കൊടുത്ത് പേഷ്യന്റ് സെഡേഷനായി, അല്ലെങ്കിൽ ഈ പേഷ്യന്റ് ഇതുപോലെ വീണു, തലക്കടിയേറ്റ് വീണ് കഴിഞ്ഞാൽ പേഷ്യന്റ്, ചില പേഷ്യന്റ് എന്തായിരിക്കും ജീവിതകാലം മുഴുവനും പാരലൈസ് ആവും. ചിലത് 3 കൊല്ലം 4 കൊല്ലമൊക്കെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ റിലേറ്റീവ്സിലെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ജീവിതകാലം മുഴുവനും ഒരു കൈയും ഒരു കാലും തളർന്ന് കിടക്കുന്നത്, ജീവനുണ്ടോ? ഉണ്ട്, ഇല്ല ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന പേഷ്യന്റിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് റെക്കോർഡ് ചെയ്ത് ഡോക്യുമെന്റിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതാണ് ഡിസബിലിറ്റി ന്യൂറോളജിക്കൽ സ്റ്റാറ്റസിൽ മെയിൻ ആയിട്ട് പറയണേ. അപ്പൊ ഒന്നുമില്ല, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്താ, അതെന്തിനു ഉപയോഗിക്കണേ? ഹെഡ് ഇഞ്ചുറി വരുമ്പോൾ നമ്മളെ നോക്കാനായിട്ട് ഹെഡ് ഇഞ്ചുറി അത് അണ്ടർലൈൻ ചെയ്യാം. വേറെ ഒന്നും അതിൽ പഠിക്കാനില്ല. പിന്നെ പാരലൈസ്റ്റിക്കും സെഡേറ്റീവുമായ പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യാം? കാര്യങ്ങളൊക്കെ നോക്കി റെക്കോർഡ് ചെയ്യാം. പിന്നെ ഡോക്യുമെന്റ് ബിഫോർ ട്രാൻസ്ഫർ, നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫറിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ലൈൻ എന്താ പറഞ്ഞേ? പേഷ്യന്റിന് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ന്യൂറോളജിക്കലായിട്ട് ഡിസബിലിറ്റി വന്ന പേഷ്യന്റ് സംസാരിക്കില്ല. നമ്മൾ പറഞ്ഞു സെഡേറ്റീവ് ആയിരിക്കും അവര്, സെഡേറ്റീവ് അല്ലെങ്കിൽ പാരലിസ്റ്റിക് ആയിരിക്കും, അവര് സംസാരിക്കില്ല. അങ്ങനെയുള്ള പേഷ്യന്റിന് നമ്മൾ എന്ത് കൊടുക്കും? അവർക്ക് വല്ല തണുക്കണുണ്ടോ? വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ഫുൾ എസിയാ,
വെന്റിലേറ്റർ ആംബുലൻസിലെ കൊണ്ടുപോകണേ. സാധാരണ പേഷ്യന്റിന്റെ കാര്യമില്ല നമ്മൾ പറയണത്. നമ്മൾ പറയണത് ആദ്യ കാര്യോ എമർജൻസി ആയ പേഷ്യന്റിന്റെ കാര്യം. അപ്പൊ അവരെ ആംബുലൻസിനെ കൊണ്ടുപോവാം. ഒട്ടുമിക്ക ആംബുലൻസും എന്തായിരിക്കും? AC ആയിരിക്കും. അപ്പൊ ഈ ആംബുലൻസിൽ പേഷ്യന്റ് കൊണ്ടുപോകുമ്പോൾ അവർക്ക് തണുക്കണുണ്ടോ എന്ന് നമ്മൾ നോക്കണം. തണുക്കണുണ്ടെങ്കിൽ അവർക്ക് സൂട്ടബിൾ ആയ ഒരു ബ്ലാങ്കറ്റ്സ് കൊടുക്കാം. ഓക്കെ, അതല്ലാതെ നമ്മൾ പ്രീ ട്രാൻസ്ഫറിന് മുമ്പ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ലിസ്റ്റിലെല്ലാം കറക്റ്റ് ചെയ്ത് വെക്കാം. പിന്നെന്താ, പേഷ്യന്റിന് ആ ദിവസം ട്രാൻസ്ഫർ ആയി ആ പേഷ്യന്റ് എന്നാണോ പോണത് അന്ന് പേഷ്യന്റിന്റെ ഫുൾ ഡീറ്റെയിൽ ബേസിക് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നോക്കണം. ഷുഡ് ബി പെർഫോംഡ് റിഫ്ലക്ട് കണ്ടീഷൻ. ആ പേഷ്യന്റിന്റെ അന്നത്തെ കണ്ടീഷൻ നമ്മൾ റിഫ്ലക്ട് ചെയ്ത് എഴുതി വെക്കണം. ഓക്കെ, പേഷ്യന്റ് ഇവിടുന്ന് പോണ സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, പേഷ്യന്റ് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് റിഫ്ലക്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി പറയണോ തൊയ്യബ? മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. എന്നിട്ട് നമുക്ക് വേഗം മോഡ് ഓഫ് ട്രാൻസ്ഫർ എടുക്കാം. വേഗം വായിച്ചു നോക്കിയേ. 15 മിനിറ്റ് കൂടി ഉണ്ട്, നമുക്ക് മോഡ് ഓഫ് ട്രാൻസ്ഫർ തീർക്കാൻ പറ്റുമോ? മോഡ് ഓഫ് ട്രാൻസ്ഫർ തീർക്കാൻ പറ്റുമോ? ആ, തീർക്കാം. സിമ്പിൾ ആണ്, ഒന്നുമില്ല. നമുക്ക് നോക്കാം. ഓക്കെ, മോഡ് ഓഫ് ട്രാൻസ്ഫർ എങ്ങനെയാണ് നോക്കാം. The two most commonly employed method of transfer of patients are ground transport by including ambulance and mobile intensive care unit and air transport including helicopter and aeroplane ambulance. എന്താ മോഡ് ഓഫ് ട്രാൻസ്ഫർ വെച്ചാൽ നമ്മൾ പേഷ്യന്റിനെ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യണത്? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു മിനിറ്റ്. ഓക്കെ, മോഡ് ഓഫ് ട്രാൻസ്ഫർ നമുക്ക് നോക്കാം. The two most commonly employed method of transfer of patients are ground transport. നമ്മൾ പറഞ്ഞത് എന്താണ്? പേഷ്യന്റിനെ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ട്രാൻസ്ഫർ ചെയ്യുന്ന രീതികൾ, പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതികൾ നമ്മൾ നോക്കാം. പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട 2 രീതികളിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം? Two most commonly employed method transfer of patients are ground. 2 രീതിയിൽ. അതാണ് ഒന്നാമത്തെ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടും, രണ്ടാമത്തെ എയർ ട്രാൻസ്പോർട്ടും. സ്പീഡ് കൂടുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഞാൻ ഇങ്ങനെ പറഞ്ഞു പോണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലാവുന്നില്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോ 2 രീതിയിൽ. ഓക്കെ ഓക്കെ, മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ 2 രീതിയിൽ നമുക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഒന്നാമത്തെ രീതിയാണ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്. അണ്ടർലൈൻ ചെയ്തിടാം. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ഒന്നാമത്തെ രീതി, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്. രണ്ടാമത്തെ രീതിയാണ് എയർ ട്രാൻസ്പോർട്ട്. ഓക്കെ, ഈ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് അതാണ് പറയണത്. ഇൻക്ലൂഡിങ് ആംബുലൻസ് അല്ലെങ്കിൽ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ 2 എണ്ണം നമ്മൾ പറഞ്ഞു. പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് വഴി ചെയ്യാം, എയർ ട്രാൻസ്പോർട്ട് വഴി ചെയ്യാം. എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എയർ ട്രാൻസ്പോർട്ട് വല്ല പുറത്തേക്ക് നമ്മൾ എയർ വഴി പോണത്, പ്ലെയിൻ, ഹെലികോപ്റ്റർ അങ്ങനെയൊക്കെ പോണത്.
അപ്പൊ നമ്മൾ നോക്കാം ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്താ? ഭൂമി കൂടി, ഗ്രൗണ്ട് നമ്മുടെ തമിഴ് കൂടി, ഭൂമി കൂടി പോണത്. അതിൽ പോണത് നമ്മുടെ സാധാരണ ആംബുലൻസ്. നമ്മളൊരു പേഷ്യന്റിനെ ആംബുലൻസിൽ കയറ്റി വിടൂലേ, ആംബുലൻസ്. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതും ഇതുപോലെ തന്നെ വേറൊരു ആംബുലൻസ് ആണ്. അങ്ങനെ പേഷ്യന്റിനെ നമുക്ക് വിടാം. അതാണ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് എന്താ? ഹെലികോപ്റ്റർ അല്ലെങ്കിൽ എയറോപ്ലെയിൻ ആംബുലൻസ്. എന്നിട്ട് ഹെലികോപ്റ്റർ അല്ലെങ്കിൽ എയറോപ്ലെയിൻ ആംബുലൻസ് പുറത്തേക്കൊക്കെ. അപ്പൊ പേഷ്യന്റിന്, ഇവിടെ ഉള്ള പേഷ്യന്റിന് ട്രീറ്റ്മെന്റിന്, കൂടുതൽ ട്രീറ്റ്മെന്റിന് വേണ്ടി അമേരിക്കയിലോട്ടൊക്കെ കൊണ്ടുപോകും. അപ്പൊ നമുക്ക് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എയർ ട്രാൻസ്പോർട്ട് കൊടുക്കും. ആ എയർ ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്റർ അല്ലെങ്കിൽ എയറോപ്ലെയിൻ ആംബുലൻസ് അങ്ങനെയുള്ളതുണ്ട്. ഓക്കെ, അപ്പൊ മോഡ് ഓഫ് ട്രാൻസ്ഫർ രണ്ട് രീതിയിലുണ്ട്, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടും എയർ ട്രാൻസ്പോർട്ടും. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആണ് നമ്മുടെ സാധാരണ ആംബുലൻസ്, മൊബൈൽ കെയർ യൂണിറ്റ്. പിന്നെന്താ? എയർ ട്രാൻസ്പോർട്ട് ആണ് ഹെലികോപ്റ്റർ അല്ലെങ്കിൽ എയറോപ്ലെയിൻ. അതിന് ഡൗട്ട് ഒന്നുമില്ലല്ലോ, എളുപ്പല്ലേ പറയണത്? സിമ്പിൾ ആയ കാര്യമാണ്, രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഇനി എന്താ നമ്മൾ പറഞ്ഞേ? ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ എങ്ങനെ കൊണ്ടുപോകണം, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ, ഗ്രൗണ്ടും എയറും. എയർ അവിടെ കിടക്കട്ടെ, നമ്മുടെ ഗ്രൗണ്ടിന്റെ കാര്യം നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ കൊണ്ടുപോകണേ നോക്കാം. എങ്ങനെ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ് ആർ യൂസ്ഡ് ഇൻ ദ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. പല തരത്തില് നമ്മള് പേഷ്യന്റിനെ വിവിധ തരം ആംബുലൻസ് ഉപയോഗിക്കുക. നമ്മൾ ഒരുപാട് ആംബുലൻസ് കണ്ടിട്ടുണ്ട്. പല ഹോസ്പിറ്റലിൽ പല ആംബുലൻസ് ആയിരിക്കും. ഓക്കെ, നമ്മള് ആംബുലൻസ് എങ്ങനെയായിരിക്കും? ഓരോ ഹോസ്പിറ്റലിൽ ഓരോ ആംബുലൻസ് ആയിരിക്കും. ചിലപ്പോ വലുതായിരിക്കും, ചിലത് ചെറിയ ആംബുലൻസ് ആയിരിക്കും, ചിലപ്പോ മൊബൈൽ ആംബുലൻസ് എന്നൊക്കെ പറയുന്ന കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ. അപ്പൊ അങ്ങനെ അതൊക്കെ നമുക്കറിയാം. ഓരോ ഹോസ്പിറ്റലിലും ഓരോ ആംബുലൻസ് ആയിരിക്കും. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ആംബുലൻസ് ഉണ്ട്. മോഡ് ഓഫ് ട്രാൻസ്ഫർ. അപ്പൊ മോഡ് ഓഫ് ട്രാൻസ്ഫർ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഉണ്ട്. അതില് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിലാ പറയണേ. ഒന്നാമത്തെ പോയിന്റ് എന്താ? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. എന്താ? ബേസിക് സപ്പോർട്ട് ആംബുലൻസ്. നമ്മുടെ സാധാരണ ലൈഫ്, നമ്മുടെ സാധാരണ ജീവിതത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് ഏതാ? ഈ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആണ്, അല്ലേ? നമ്മള് എന്തെങ്കിലും, നമ്മൾക്കിപ്പോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമ്മളെ ഇത് വിളിക്കുവോ? ഇല്ല. അപ്പൊ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സാധാരണ ഒരു ആംബുലൻസ് വിളിക്കും. ആ ആംബുലൻസിൽ എന്തൊക്കെയുണ്ട് നോക്കാം. These ambulances are conditioned with adequate staff and a monitoring device to shift patients without life-threatening conditions. And these can only provide basic life support services. എന്താ ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ എന്താ? അത്യാവശ്യം വേണ്ട മതിയായ എന്ത് വേണം? അഡിക്വേറ്റ് സ്റ്റാഫ് എന്ന് വെച്ചാൽ എന്താ? ആ പേഷ്യന്റിനെ കൊണ്ടുപോകാൻ എത്ര സ്റ്റാഫ് വേണം? ആ പേഷ്യന്റിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ട മതിയായ സ്റ്റാഫ്, അത്രയും സ്റ്റാഫ് വേണം ആംബുലൻസിൽ. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിന്റെ കാര്യം പറയണേ. സാധാരണ ആംബുലൻസിന്റെ കാര്യം, നമ്മളെല്ലാവരും ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിനെ വെറുതെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പേഷ്യന്റിനെ വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സാധാരണ ആംബുലൻസ്, അതിലെന്താ? ആവശ്യത്തിനുള്ള ഒരു സ്റ്റാഫ് നഴ്സ് വേണം, ഒരു നഴ്സ്. പിന്നെന്താ? പേഷ്യന്റിന്റെ കാര്യങ്ങൾ, പൾസ്, TPR ചാർട്ട് പോലെ അതിന്റെ കാര്യങ്ങളൊക്കെ കാണണം, മോണിറ്റർ ചെയ്യണ ഉപകരണം വേണം. അതെന്തിനാ മോണിറ്റർ ചെയ്യുന്ന ഉപകരണം? അതുണ്ടെങ്കിൽ പേഷ്യന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈസ് ടു ഷിഫ്റ്റ് പേഷ്യന്റ് ലൈഫ് വിത്തൗട്ട് കണ്ടീഷൻ. ആ പേഷ്യന്റിനെ അങ്ങനത്തെ മോണിറ്ററിങ്, പേഷ്യന്റിന്റെ കാര്യങ്ങൾ, ഓക്സിജൻ ലെവൽ അറിയാം, പൾസ്, പിന്നെ നമ്മൾ മാസ്ക് വെച്ചിട്ട് ശ്വാസം എത്രയുണ്ട്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? ഇത് വേണം. ഈ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? ആംബുലൻസിൽ മോണിറ്റർ ചെയ്യണം, അത്യാവശ്യം വേണ്ട സ്റ്റാഫും വേണം. ഓക്കെ, പിന്നെന്താ? ഇങ്ങനെയുള്ള പേഷ്യന്റിന് മാത്രമേ നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ? സപ്പോർട്ട്, ലൈഫ് സപ്പോർട്ട് എടുക്കാൻ പറ്റുള്ളൂ, പ്രൊവൈഡ്. ഈ പേഷ്യന്റിന് നമുക്ക് സാധാരണ ലെവലിൽ ബേസിക് ആയിട്ട് എന്ത് കൊടുക്കാൻ പറ്റും? ലൈഫ് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും അവർക്ക്. സാധാരണ ആംബുലൻസിന്റെ കാര്യമാണ് പറയണേ. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇതെന്തൊക്കെ വേണം? ആംബുലൻസ് ഭയങ്കര കണ്ടീഷൻ ആയിരിക്കണം, നല്ല കണ്ടീഷനുള്ള ആംബുലൻസ് ആയിരിക്കണം. അതിന്റെ ഡ്രൈവർ ആയാലും അതിന്റെ കാര്യങ്ങളും പിന്നെ അതിലുള്ള എല്ലാ കാര്യവും കറക്റ്റ് ആയിരിക്കണം. എങ്ങനെ കണ്ടീഷൻ ആയിരിക്കണം?
സ്റ്റാഫ് ഉണ്ടായിരിക്കണം, ആഡിക്വേറ്റ് സ്റ്റാഫ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മോണിറ്ററിംഗ് ഡിവൈസ് ഉണ്ടായിരിക്കണം. പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്ത് നമുക്ക് നിരീക്ഷിക്കാൻ, കാണാൻ വേണ്ടി ഒരു സ്ക്രീനിൽ വെച്ച് നമ്മൾ ആംബുലൻസിലെ കണ്ടിട്ടുണ്ടാവും, അതുണ്ടായിരിക്കണം. അതുണ്ടാവുന്നത് എന്തിനാ? ഷിഫ്റ്റ് പേഷ്യന്റ് വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ്, ആ പേഷ്യന്റിന്റെ അപകട ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റിനെ ആംബുലൻസിൽ കയറ്റണേ. ലൈറ്റ് ഇട്ട് പോണത് എന്താ? പെട്ടെന്ന് വേറൊരു ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആംബുലൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ജീവൻ അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലല്ലാതെ പേഷ്യന്റിന്റെ ലൈഫ് വിത്തൗട്ട് ത്രെട്ടൻ എന്ന് വെച്ചാൽ ജീവൻ അപകടമില്ലാത്ത, ജീവൻ ഒരു ദോഷം വരാത്ത രീതിയിൽ പേഷ്യന്റിനെ കൊണ്ടുപോകാൻ പറ്റണ ഒരു പ്രൊവൈഡ് ചെയ്യണ ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട് സർവീസ് ആണ് ബേസിക് ആംബുലൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് വെച്ചാൽ എന്താ? പേഷ്യന്റിന്റെ ജീവന് ഒരു അപകടം ഒന്നും പറ്റാതെ നല്ല സ്റ്റാഫ് ഉണ്ടായിരിക്കണം, മതിയായ സ്റ്റാഫ് ഉണ്ടായിരിക്കണം, മോണിറ്ററിംഗ് ചെയ്യണ എല്ലാ സംവിധാനങ്ങളും ഡിവൈസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള പ്രൊവൈഡ് ചെയ്യണ ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട് സർവീസ് ആണ് എന്ത്? സപ്പോർട്ട് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഓക്കെ 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 അല്ലേ? ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു ബേസിക് ആയിരിക്കണം. രണ്ടാമത് എന്താ പറയണേ? അഡ്വാൻസ്ഡ് ആയിരിക്കണം, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആയിരിക്കണം. എങ്ങനെയാണ്? ദീസ് ആംബുലൻസ് ക്യാൻ പ്രൊവൈഡ് മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസ്. ഇതിൽ എന്തുണ്ടായിരിക്കണം? മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസ് ഉണ്ടായിരിക്കണം. ലൈക്ക് എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ, കാർഡിയാക് മോണിറ്ററിംഗ്. എന്തെല്ലാം മോണിറ്ററിംഗ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു മോണിറ്ററിംഗ് വേണമെന്ന്. ആ മോണിറ്ററിംഗ് ആണ് പറയണേ. എന്തെല്ലാം മോണിറ്ററിംഗ് അതിൽ ഉണ്ടായിരിക്കണം? എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ഉണ്ടായിരിക്കണം, എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ഉണ്ടായിരിക്കണം. പിന്നെന്തുണ്ടായിരിക്കണം? കാർഡിയാക് മോണിറ്ററിംഗ്, ഹാർട്ടിന്റെ പൾസ് റേറ്റ് അതിലറിയണം, നോക്കും, അതുണ്ടായിരിക്കണം. കാരണം നഴ്സുമാർ ഉപയോഗിക്കുമ്പോ പേഷ്യന്റ് ആംബുലൻസിൽ പോകുമ്പോൾ മോണിറ്ററിംഗിൽ ഒരു പൾസ് കുറയുന്നുണ്ടാ, അപ്പൊ അവർക്ക് നോക്കണം. അപ്പൊ അത് സ്ക്രീനിൽ കാണണം, മോണിറ്റർ ചെയ്യണം. കാർഡിയാക് ഹാർട്ട് സംബന്ധമായ അതിന്റെ പൾസ് റേറ്റ്. ഡിഫിബ്രിലേഷൻ ഉണ്ടായിരിക്കണം. ഓഫ് ഇൻട്രാവീനസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാസോപ്രസേഴ്സ്. നമ്മൾ പറഞ്ഞു വാസോപ്രസേഴ്സ് എന്താ? ഒരു മരുന്നാണെന്ന്. These are adequately staffed are made ready for shifting patient with life threatening condition. പേഷ്യന്റിന്റെ ജീവനൊന്നും ഒറ്റ രീതിയിലും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ഉള്ളതുണ്ടായിരിക്കണം. പിന്നെന്താ പറഞ്ഞേ? അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. പേഷ്യന്റിന് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് വേണം. എന്തെല്ലാം കാര്യങ്ങൾ വേണം? ആ ആംബുലൻസിൽ ദീസ് ആംബുലൻസ് ക്യാൻ പ്രൊവൈഡ്, എന്ത് പ്രൊവൈഡ് ചെയ്യണം? മോഡേൺ ലൈഫ്, പുതിയ ആധുനിക രീതിയിലുള്ള ലൈഫ് സപ്പോർട്ട് ചെയ്യണ സേവനം ഉണ്ടായിരിക്കണം. അതിന് എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ഉണ്ടായിരിക്കണം. എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് വെച്ചാൽ എന്താ? എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ ശ്വാസകോശത്തില് പേഷ്യന്റിന് ഇങ്ങനെ പോകുമ്പോ അതിന്റെ ട്രക്കിയല് നമ്മൾ ട്യൂബ് ഇട്ടിട്ടുണ്ടാവും. പേഷ്യന്റിന് എന്തിട്ടുണ്ടാവും? ട്യൂബ് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ തുറന്ന ശ്വാസനാളം നിലനിർത്താനായിട്ട് അവർക്ക് നല്ല ശ്വാസം കിട്ടാൻ ട്യൂബ് ഇങ്ങനെ ഇട്ടേക്കാണ്. അങ്ങനെ ആംബുലൻസിൽ പോണ പേഷ്യന്റിന് ട്യൂബ് ഇട്ടിട്ടുണ്ടാവും. ആ ട്യൂബ് ഇട്ട എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷന്റെ അതിന്റെ തുറന്നത്, അത് ശ്വസനാവസ്ഥ തുറക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ ട്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സർവീസ് ഉണ്ടായിരിക്കണം. എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷന്റെ കറക്റ്റ് നോക്കണം. എന്തുണ്ടായിരിക്കണം? തുറന്ന ശ്വസനം നിലനിർത്താനായിട്ട് എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ഉണ്ടായിരിക്കണം. എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷന്റെ ആവശ്യം എന്താ? തുറന്ന ശ്വസനനാളം നിലനിൽക്കാൻ, നമുക്ക് ശ്വസനനാളം തുറക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ തുറക്കാനായിട്ട് ഉണ്ടായിരിക്കണം. എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ഉണ്ടായിരിക്കണം. കാർഡിയാക് മോണിറ്ററിംഗ് ഉണ്ടായിരിക്കണം. കാർഡിയാക് മോണിറ്ററിംഗ് എന്തെന്നാ? ഹാർട്ടിന്റെ പൾസ് റേറ്റ്, ഹാർട്ട് എത്ര ഇരിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ടോ? ഓരോ മിനിറ്റിൽ നമ്മൾ ടൈം നോക്കും, ഹാർട്ടിന്റെ എത്ര ഇതുണ്ടെന്ന് അറിയാൻ, പൾസ് റേറ്റ് അതറിയാൻ, അത് വേണം. ഡിഫിബ്രിലേഷൻ എന്ന് വെച്ചാൽ എന്താ? ഡിഫിബ്രിലേഷൻ എന്ന് വെച്ചാല് ഹൃദയത്തിലേക്ക് വൈദ്യുത പ്രവാഹത്തിന്റെ ഡോസ് കൊടുക്കല്. എന്ന് വെച്ചാൽ എന്താ? ഒരു ഷോക്ക് കൊടുക്കല്. എന്ന് വെച്ചാൽ നമ്മൾ ഹൃദയത്തിലേക്ക് ചില പേഷ്യന്റിന് എങ്ങനെയായിരിക്കും?
പെട്ടെന്ന് അറ്റാക്ക് ഒക്കെ നെഞ്ചു വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ പേഷ്യന്റിനെ ഇങ്ങനെ കിടന്ന് പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോൾ ആ പേഷ്യന്റിന്റെ ഹാർട്ടിന്റെ രക്തക്കുഴലുകളും അവിടുത്തെ ശ്വാസത്തിന്റെ നാളൊക്കെ അങ്ങോട്ട് വികസിക്കും. ചില പേഷ്യന്റ് ആണെങ്കിൽ അങ്ങനെ ഒരു ഷോക്ക് കിട്ടുമ്പോ തന്നെ എന്ത് ചെയ്യും? പേഷ്യന്റ് പെട്ടെന്ന് സാധാരണ ലെവലിൽ വരും. ചില പേഷ്യന്റ് ആണെങ്കിൽ എത്ര നമ്മള് ഷോക്ക് ഇങ്ങനെ കൊടുത്താലും ചില പേഷ്യന്റ് എന്താ എണീക്കില്ല, ആ പേഷ്യന്റ് മരിച്ചു. അപ്പൊ അങ്ങനത്തെ ഉള്ള ടൈം ആയി തോന്നണല്ലേ? 28 ഈ പോയിന്റ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയാ? ഇപ്പൊ എടുത്ത് പറഞ്ഞ് മനസ്സിലായാൽ തീരില്ല. കാരണം പിന്നെ നമുക്ക് MIC പറയണം, പിന്നെ ഇതിൽ എൻഡോട്രോക്കിയൽ ഇൻറ്റുബേഷൻ കഴിഞ്ഞു, ഡിഫിബ്രിലേഷൻ കഴിഞ്ഞു. പിന്നെ ഇതില് നമുക്ക് വരുന്നുണ്ട് കുറച്ചും കൂടി ഷിഫ്റ്റിംഗ് പേഷ്യന്റ് വിത്ത് 29. അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതിയാ? നമുക്ക് ഇനി ഈ പോയിന്റ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഗ്രൗണ്ട് സപ്പോർട്ടിന്റെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എയർ ട്രാൻസ്പോർട്ട് കൊടുക്കാം, കുറച്ചെടുക്കാം. ഇനി കുറച്ചും കൂടി ഉള്ളൂ, നമുക്ക് ഇത് തീരും. അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും വായിച്ചൊക്കെ നോക്കാം. സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, സ്പീഡൊന്നും കൂടില്ലല്ല? സ്പീഡ് കൂടിയാ? സ്പീഡ് കൂടിയാ? ഇല്ല. ഓക്കെ, റിസാന മാത്രമേ പറയുന്നുള്ളൂ. വിഷ്ണുപ്രിയ ഓക്കെ, സുനി മോൾ. ഇപ്പൊ എല്ലാവരും മെസ്സേജ് ഇട്ടു. ഓക്കെ എന്നാ, താങ്ക് യു. വെൽക്കം.